പണ്ടൊരു കാട്ടിലൊരു കാക്ക സന്തോഷത്തോടെ ജീവിച്ചു വരികയായിരുന്നു. ഈ സന്തോഷമൊക്കെ അരയന്നത്തെ കണ്ടപ്പോൾ തീർന്നു. അരയന്നം തൂവള്ളയും കാക്ക കരിക്കട്ട പോലെയാണല്ലോ ഇരിക്കുന്നതെന്ന് ഓർത്ത് അരയന്നത്തെ പോലെ സന്തോഷവാനും ഭംഗിയുമാകാൻ എന്ത് ചെയ്യണമെന്നറിയാൻ അരയന്നത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അരയന്നം ഈ കാക്കയോട് പറഞ്ഞു, അരയന്നത്തിൻ്റെ സന്തോഷമൊക്കെ പോയി. കാരണം ഒരു തത്തയെ കാണാനിടയായി. അപ്പോൾ ആ തത്തയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, മനുഷ്യനെ പോലെ സംസാരിക്കാനും കഴിയും, ചുണ്ടിൽ ചുമപ്പും ദേഹത്ത് പച്ചക്കളും. അപ്പം ഉടനെ ഈ കാക്ക തത്ത എടുത്ത് ചെന്നു. തത്തയെപ്പോലെ ഭംഗിയാകാൻ എന്ത് കഴിയുമെന്നും എങ്ങനെയാണത് സാധിക്കുന്നതെന്നും ഇത് കാക്കയ്ക്കാകാൻ കഴിയുമോ എന്നറിയാൻ കുശലാന്വേഷണം നടത്താൻ ചെന്നു. അപ്പോൾ ഈ തത്ത പറഞ്ഞു, തൻ്റെ സന്തോഷമെല്ലാം മയിലിനെ കണ്ടപ്പോൾ മാറിയെന്നു. ഈ ഗ്രഹത്തിലെ ഏറ്റവും ഭംഗിയുള്ള, ആ കാട്ടിലെ ഏറ്റവും ഭംഗിയുള്ള പക്ഷിയാണ് മയിൽ. മയിലിൻ്റെ ഭംഗിയും നിറങ്ങളും പീലി വിടർത്താടുന്നത് പോലും തത്തയ്ക്ക് കഴിയില്ലല്ലോ എന്നോർത്ത് തത്ത സങ്കടപ്പെടാൻ തുടങ്ങി. തത്തയുടെ സന്തോഷമെല്ലാം തീർന്നു. കാക്ക ഈ മയിലിൻ്റെ അടുത്തേക്ക് ചെന്നു. മയിലിനെ കാണാൻ വളരെ പാടുപെട്ടു. കാരണം ഈ മയിലിൻ്റെ ഭംഗി കാണാൻ നിരവധി ആൾക്കാരുണ്ടായിരുന്നു. ഇതിനിടയിൽ കഷ്ടപ്പെട്ട് കാക്ക മയിലിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ മയിൽ ഒട്ടും സന്തോഷത്തിലല്ലായിരുന്നു. ഈ ഗ്രഹത്തിലെ ഏറ്റവും ഭംഗിയുള്ള പീലി വിടർത്തി ആടാൻ കഴിവുള്ള മയിലായിരുന്നു എന്ന് മയിലും സന്തോഷിച്ചിരുന്നു. പക്ഷെ തൻ്റെ ഈ ഭംഗി കാരണം അതിനെ ഒരു മൃഗശാലയിലെ കൂട്ടിലാണ് അടച്ചിട്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. എങ്ങും പോയാൽ ആൾക്കാരുടെ കൂട്ടം. അപ്പോഴാണ് ഈ മയിലിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അവിടെ ആ മൃഗശാലയിൽ കൂട്ടിലില്ലാത്ത ഏക പക്ഷി കാക്കയാണ്. താനൊരു കാക്കയായി ജനിച്ചിരുന്നുവെങ്കിൽ സന്തോഷത്തോടെ സ്വാതന്ത്ര്യത്തോടെ പറന്നു നടക്കാമായിരുന്നല്ലോ എന്ന് മയിൽ പലതവണ ചിന്തിച്ചതായി പറഞ്ഞു കൊടുത്തു. അതോടുകൂടി കാക്കയ്ക്ക് തൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞു. കുട്ടികൾക്ക് ചെറുതിലേ പറഞ്ഞു കൊടുക്കുക, അവനവൻ്റെ കഴിവ് തിരിച്ചറിയുക. മറ്റുള്ളവരുമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്ത് സങ്കടപ്പെടാൻ നമ്മുടെ കുട്ടികളെ അനുവദിക്കരുത്. ഇത് മിഴിയടയ്ക്കാത്ത വഴിവിളക്കുകൾ എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്തൊരു കഥയാണ് എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ഞാനിന്ന് പറഞ്ഞു തന്നത്.